ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം 5-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു. 69-ാമത്തെ ഭാഗം. ഓം സ്ത്രീണാം നൈവ തു വിശ്വാസം മൃതാനാം കാരയേദ്ബുധ വിശ്വാസേ യ സ്ഥിതോ മൂഢ സ ദുഃഖൈ പരിഭൂയതേ. സ്ത്രീകളിൽ, ദുഷ്ടസ്ത്രീകളിൽ പ്രത്യേകം പറയാണ്, ദുഷ്ടരായിട്ടുള്ള മനസ്സുള്ള സ്ത്രീകളിൽ വിശ്വാസം വെക്കരുത്. അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഒപ്പമുള്ളവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ പലരും ഉണ്ടാവും. സ്ത്രീകൾ ചെയ്യുന്നത് ശരിയോ എന്ന് ഒരു പരീക്ഷണം നടത്തണം എന്ന് തന്നെയാണ് പറയണം. ഒരു സ്ത്രീയെ മുഴുവനായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പുരുഷൻ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്, ദുഃഖം അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വിശദീകരിക്കുകയാണ്. ന വിശ്വാസോ ഹി നാരീഷു സതതം കുലടാസുച മോക്ഷമാർഗ അർഗളാസ്വേവ ഭ്രമമായാസു ഭൂമിഷു. ഒരു കുറ്റിയടിച്ചിട്ട് അതിലിങ്ങനെ കെട്ടിയിട്ടാൽ ഒരു പശു എങ്ങനെയാണോ നടക്കുക, അതേപോലെ പുറത്തേക്ക് പോകാൻ പറ്റൂല, എന്നാൽ വേണ്ടത്ര ആഹാരിക്കാൻ സാധിക്കൂല. കാരണം ആ പുല്ല് അത്രയും ഉണ്ടാവുള്ളൂ. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ മാത്രം വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനൊരു പൊട്ടക്കണക്കിൽ കിടക്കുന്ന ഒരു തവളയെ പോലെയാണ്. അത്രയ്ക്കുള്ള ജ്ഞാനമേ ഉണ്ടാവും. വിശാലമായിട്ടുള്ള പുറം ലോകത്തെക്കുറിച്ച് അറിയില്ല. അതൊരു സ്ത്രീ സ്വഭാവമാണ്. സ്ത്രീ എന്നുള്ള ആണ പെണ്ണെന്നുള്ള നിലയ്ക്ക് അങ്ങനെ എടുക്കരുത്. അത് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്. അത് ഇങ്ങനെ പറയാനാരാ എന്ന് ചോദിക്കുന്ന അതൊരു വിഡ്ഢിത്തരാണ്. ഇവിടെ സ്ത്രീ എന്നുള്ളത് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ ആകൃഷ്ടരായവർ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്ത്രൈണതയിൽ താല്പര്യമുള്ളവരാണ് സ്ത്രീ. സ്ത്രീ എന്നുള്ളത് അവിടെ പ്രപഞ്ചത്തിൻ്റെ വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവരെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ വിവരമേ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് ഒരു പക്ഷേ ചെയ്തു തരുമായിരിക്കാം. അതിൽ നമ്മൾ പെടും. അതെങ്ങനെ? ഒരു കുറ്റി അടിച്ചിട്ട് പശുവിനെ കെട്ടിയിട്ടാൽ ആ കുറ്റിയുടെ അപ്പുറം പോകാൻ പറ്റില്ല. ആ കയറിൻ്റെ നീളം എത്രയാണോ വെച്ചാൽ അത്രയേ പറ്റുള്ളൂ. ഈ സ്ത്രീയുടെ ജ്ഞാനം എത്രയാണോ ഉള്ളത് അത്രയേ പറ്റൂ. അതിൽ കൂടുതൽ നല്ലൊരു വിശദീകരണം തരാൻ എളുപ്പമല്ല. അപ്പോൾ ഇതിൽ ഭ്രമിച്ച് പോവുകയാണ്. പിന്നെ പറഞ്ഞത് അഭ്രഛായ തൃണസ്യ അഗ്നിഹി നീചസേവാസ്ഥലേ ജലം വേശ്യാസംഗ കുമിത്രം ച ഷഡ് ഇതേ ബുദ്ബുദോപമാ. മേഘത്തിൻ്റെ നിഴൽ, നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല. മേഘം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം അത് കിട്ടിയിച്ചാൽ അത് വലിയ മേഘമായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മേഘത്തിൻ്റെ നിഴൽ വിശ്വസിച്ച് അവിടെ കിടക്കേ വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേഘം പോവും. പിന്നെ അതേ വലിയ വെയിലാവും. അതേപോലെ വൈക്കോൽ തീയന് നമുക്ക് എന്നാൽ അരി വേവിച്ചില്ല വിചാരിച്ചിട്ട് വൈക്കോൽ തീയനെ വെച്ചാൽ പറ്റില്ല. പുല്ലും വൈക്കോലൊക്കെ വിഘം കത്തി നശിക്കും. അപ്പോൾ എന്തുണ്ടാവില്ല? വേവാനുള്ള സമയം ഉണ്ടാവില്ല. അതുപോലെ നീചസേവ, ഈ ശൂദ്രസേവ ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. അതിനുള്ള വിവരമേ അവർക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നത് സ്വീകരിക്കാനുള്ള പ്രാപ്തിയില്ല. കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിലാണ്. അവരുണ്ടെന്നൊക്കെ പറയും. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, ഉണ്ടാവണ്ടേ. പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലവർ ഷാഠ്യം പിടിക്കും ചെയ്യും. അതൊരു വലിയ പ്രശ്നമാണ്. ആ ഷാഠ്യം കലഹത്തിലും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കിടക്കും. അത് കുത്തിക്കൊല ഒക്കെ ചെയ്യുവർ. അത് വിവരമില്ലായിട്ടാണ്. അപ്പോൾ നീചസേവ ഒരിക്കലും ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ട് ബ്രാഹ്മണർക്ക് ഈ ശൂദ്രരെ സേവ ചെയ്യാൻ പാടില്ല എന്ന് പറയണു. സംഗതി ഇത്രയേ ഉള്ളൂ. സ്വീകരിക്കാനുള്ള അർഹതയില്ല, പ്രാപ്തിയില്ല. അതിനുള്ള വിവേകം വേണം. ആ വിവേകം ഇല്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്തു കൊടുക്കണ്ട എന്ന് പറയണത്. അവർക്ക് എന്താ കൊടുക്കേണ്ടത്? അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആഹാരം മാത്രം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം.
സേവനം ചെയ്യുക എന്നാണ് അവരുടെ ധർമ്മം. അതിൽ പിഴവ് വരാം. അത് ഗോപ്യമായിട്ട് വെച്ചിറക്കുകയാണ്. കാരണം ഈ ബ്രാഹ്മണൻ ആ സേവയ്ക്ക് എന്തെങ്കിലും ന്യൂനത കണ്ടു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. മറ്റൊരാളെ കൊണ്ട് അത് ചെയ്യിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നീട് ഈ ശൂദ്രന്മാരെ കിട്ടാത്തത് കൊണ്ട്, സേവകന്മാരെ കിട്ടാത്തത് കൊണ്ട്, അപ്പോൾ കൂടുതൽ ആൾക്കാരെ വിലയ്ക്ക് വാങ്ങുകയോ അതല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്തു. ഇത് രണ്ടും തെറ്റാ. കിട്ടിയ സേവനത്തെ ഉപയോഗിക്കുക മാത്രമേ ചെയ്യാൻ പാടൂ. ചെയ്തത് ശരിയായില്ല വിചാരിച്ചിട്ട് അവരെ ശിക്ഷിക്കാൻ അർഹതയില്ല. അപ്പോൾ ആ പിഴവാണ് നമുക്ക് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളിലേക്ക് വന്ന വലിയ അബദ്ധം. അത് വലിയ അബദ്ധമായി. കാരണം എല്ലാവർക്കും തുല്യ സ്ഥാനമുണ്ട്. ഭഗവാൻ തന്നതായി തുല്യസ്ഥാനം. സ്വീകരിക്കാനും അതേ അതിനൊക്കെ അത്. അപ്പോൾ നമ്മൾ ജാത്യാലല്ല പ്രവൃത്തിയാലാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അവരുടെ പ്രവൃത്തി ഉന്നതമാണ് എങ്കിൽ ആ ഉന്നതമായിട്ടുള്ള പ്രവൃത്തിയെ അംഗീകരിക്കണം. അതേ നമുക്ക് വേണ്ടൂ. അത് സ്വീകരിക്കുകയേ വേണ്ടൂ. അതല്ലെങ്കിൽ, അതില്ലാത്തവരാണെങ്കിൽ ബ്രാഹ്മണനായിട്ടും കാര്യമില്ല. ബ്രാഹ്മണനായിട്ട് ആ കുലത്തിൽ ജനിച്ചു വെച്ചിട്ട് അത് കിട്ടില്ല. അപ്പോൾ അവർക്ക് സേവനം ചെയ്ത് കൊടുക്കുന്നത് നീചസേവയായിട്ടാണ് വരിക. ബുദ്ധിയില്ലാത്തവർ, പഠിക്കാത്തവർ, സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പഠിക്കില്ല. അങ്ങനത്തെവരെ ഒക്കെ നീചന്മാരാ. ബ്രാഹ്മണനാണ്, രാജാവാണ്, ചക്രവർത്തിയാണ്. വേനൻ പഠിച്ചില്ല. ആത്മദേവൻ്റെ പുത്രൻ ധുന്ധുകാരി പഠിച്ചില്ല. ആത്മദേവൻ്റെ പത്നി ധുന്ധുലി പഠിച്ചില്ല. ധാരാളമുണ്ട്. ഉത്താനപാദൻ്റെ പത്നി സുരുചി പഠിച്ചില്ല. ധ്രുവൻ പഠിച്ചില്ല. ധ്രുവൻ പഠിച്ചു, ഉത്തമൻ പഠിച്ചില്ല. അപ്പോൾ നല്ലോണം അതാണ് നീചസേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അല്ലാണ്ട് ശൂദ്രൻ എന്നുള്ള അതല്ല. അതങ്ങനെ ആക്കപ്പെട്ടു. അത് വക്രബുദ്ധിയാണ്, പാഖണ്ഡാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ നീചസേവ ചെയ്യരുത്. അതേപോലെ കാനൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ശാശ്വതമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. മഴ വീണ്ടും വരും, കാനൽ വെള്ളം വീണ്ടും വരില്ല. കാരണം അതിന് സ്വയം തരാൻ കഴിയില്ല. അതിനെ ആശ്രയിക്കരുത്. വേശ്യാസംഘം നമുക്കാവശ്യമുള്ളപ്പോൾ കിട്ടില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ, അവർക്ക് ധനം ആവശ്യം ഉണ്ടാവും, അപ്പോൾ നമ്മളെ ഉപയോഗിക്കും. അത്രയേ ഉള്ളൂ. നമുക്കാവശ്യമുള്ളപ്പോൾ കിട്ടില്ല. വേശ്യാസംഘം. കുൽസിതമിത്രം. മിത്രങ്ങൾ നന്നല്ല വെച്ചാൽ അവരുമായിട്ട് കൂട്ടുകൂടരുത്. ഒരു തവണ മിത്രത്തിൻ്റെ നിന്നൊരു ചതി പറ്റിയാൽ പിന്നെ ആ മിത്രത്തിനെ ഒഴിവാക്കണം. എത്ര ധനം ഉണ്ടായിക്കോട്ടെ, എത്ര വിദ്യ ഉണ്ടായിക്കോട്ടെ, എത്ര അധികാരം ഉണ്ടായിക്കോട്ടെ, അതിൽ നിന്ന് പിന്നെ ഒന്നും നേടണ്ട. ചതിക്കും. ഒരു തവണ ചതിച്ച് ശീലമുള്ള ഒരാൾ രണ്ടാമത് ചതിക്കാതിരിക്കില്ല. കുറച്ച് കടത്തി പറയുന്നുണ്ട് കേട്ടോ. അച്ഛനെയും അമ്മയും ഭാര്യയും വരെ നമ്മളെ ചതിച്ചു എങ്കിൽ പിന്നെ അവരായിട്ട് കൂട്ടുവേണ്ട, നാട് വിട്ടോളാൻ പറയുന്നുണ്ട്. സ്വയമേവ ഇഷ്ടപ്പെട്ട ഗുരുവിനെ നമ്മളെ ചതിക്കില്ല എന്ന് വിശ്വാസമുള്ള ഒരാളെ ആശ്രയിച്ചോളാൻ പറയുന്നുണ്ട്. ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കും ഗുരു. അപ്പോൾ ഗുരുപത്നി അമ്മയാണ്. അപ്പം അങ്ങനെ ഒരു നിയമമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയണില്ല. അറിയാൻ വേണ്ടിയിട്ട് സൂചന തന്നു എന്നേ ഉള്ളൂ. അത്ര ബൃഹത്താണ് ഈ ജ്ഞാനം. ലാഭധർമ്മത്തിനെ പറ്റിയിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. ശരീരത്തിനെ 100 കൊല്ലം സംരക്ഷിക്കണം. നമ്മൾ ഒരു കാരണവശാലും അബദ്ധങ്ങളൊന്നും ചെയ്യരുത്. അബദ്ധം എന്നുള്ളത് ആത്മഹത്യ തൊട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതേപോലെ ഈ അന്യനെ കൊല്ലുക, മറ്റേ പണം ഉണ്ടാക്കുക, എന്നിട്ട് സ്ഥാനം ഉണ്ടാക്കുക, കൃത്രിമമായിട്ടേ അതൊന്നും ചെയ്യാൻ പാടില്ല. ശരീരത്തിനെ നിലനിർത്തുകയും വേണം. ആഹരിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്നാന ആദി കാര്യങ്ങൾ ചെയ്യണം, ആഹാരാദി കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പഠനാദി കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ 6 കാര്യങ്ങൾ? മേഘത്തിൻ്റെ നിഴൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വൈക്കോലിൻ്റെ തീയെ വിശ്വസിക്കാൻ പറ്റില്ല. നീചസേവ വിശ്വസിക്കരുത്. അതേപോലെ ഇനി തിരിച്ചുണ്ട് കേട്ടോ. നീചസേവയ്ക്ക് വേറൊരു വശം കൂടിയുണ്ട്. നമുക്ക് ഈ നീചന്മാർ നമ്മളെ സേവിക്കുന്നു എങ്കിൽ അതിനെ വിശ്വസിക്കരുത്.
അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ചീത്ത മനസ്സുള്ള ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് പറയും, നന്നായിട്ട് പലതും തരും, നന്നായിട്ട് പലതും ചെയ്തു തരും. അപ്പോൾ ആ സേവ നമ്മളെ കൊണ്ട് ചടിക്കും, ഉറപ്പാണ്. അപ്പോൾ അത് കുറച്ച് മനസ്സിലാക്കണം. നമ്മളൊരു വലിയൊരു സ്ഥാനത്തിരിക്കുകയാണ്, അധികാരത്തോട് കൂടിയിട്ട് എല്ലാവിധ സുഖ സൗകര്യത്തോടും കൂടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വന്നു ചേരുന്ന ഈ സേവകൻ അത് ചൂഷണം ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് ഉണ്ടെന്ന് മനസ്സിലായാൽ അയാളത് ചെയ്യും. അപ്പം നമ്മൾ അതിൽ പെട്ടുപോകരുത്. അത് സാധാരണഗതിയിൽ വളരെ എളുപ്പമാണ്. കാരണം അവർ ശ്രദ്ധിക്കില്ല. വലിയ ആളുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലോകത്തിൽ ജീവിക്കണം. ജീവിച്ചില്ല വെച്ചാൽ അവരുടെ കാര്യങ്ങൾ മുഴുവൻ നടക്കില്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനൊക്കെ ഈ ശൂദ്രനും ഈ നീചനും ഗുണത്തെ ടോട്ടലായിട്ട് ചെയ്തു കൊടുക്കും. ടോട്ടലിൽ ഒരാളാണ് അയാൾ. ഒരു സമൂഹത്തിലെ ഒരാൾക്ക് മാത്രമല്ല, ഒരു സമൂഹത്തിന് മൊത്തം ചെയ്തു കൊടുക്കുന്നവരിൽ ആ സമൂഹത്തിലെ ഒരു മെമ്പറാണ് ഈ നീചനും. അയാൾക്കതിൻ്റെ ഗുണഫലം കിട്ടും. പക്ഷേ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നത് പോലെ ഇയാൾ ഈ നീച സേവ കൊണ്ട് ചൂഷണം ചെയ്ത് ഇയാളെ ഇല്ലാണ്ടേക്കും. സമൂഹത്തിൽ നമുക്ക് നല്ലോണം മനസ്സിലാവും. ചതിയിൽപ്പെടുത്തും. വിദ്വാൻമാരെ കൂടെ കൊണ്ടുപോയിട്ട് വല്ല വേശ്യാക്കു സംഘങ്ങളൊക്കെ ചെയ്ത്, അതല്ലെങ്കിൽ അഴിമതിയൊക്കെ ചെയ്യിപ്പിച്ച് എന്നിട്ട് അവരെ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ടല്ലോ, ഇഷ്ടം പോലെയുണ്ട്. ഒരു 50 കൊല്ലത്തെ ചരിത്രം മുഴുവൻ നമുക്ക് പറ്റാവുന്നതൊന്ന് പഠിക്കുക. അല്ലെങ്കിൽ 100 കൊല്ലത്തെ, അതല്ല വെച്ചാൽ ഒരു 500 കൊല്ലത്തെ ചരിത്രം കിടക്കുകയല്ലേ ഇഷ്ടം പോലെ. ഒക്കെ ചതിയല്ലേ കിടക്കണം. രാജാക്കന്മാർ തമ്മിലും എല്ലാ അർത്ഥത്തിലും ചതിയാണ്. അപ്പോൾ വലിയ ആൾക്കാരെ ചതിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നീച സേവയെ ഒരിക്കലും വിശ്വസിക്കരുത്. കാനൽ ജലത്തിനെ വിശ്വസിക്കാൻ പാടില്ല. വേശ്യ സംഘം ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ചതിക്കും. രാജാക്കന്മാരെയൊക്കെ അപ്പോൾ ഈ മറ്റേ ചാരപ്പണി ഇതൊക്കെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട്. എന്താ കാരണം? ഇതാണ് വിശ്വസിച്ചു. കാരണം അവരുടെ ഒരു മേഖലയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ചതിക്കാൻ വളരെ എളുപ്പമാണ്. ഉപയോഗിക്കാൻ ഇങ്ങനത്തെ ലൂപ്പ് ഹോളുണ്ടാവും. ആ വ്യക്തിയുടെ ലൂപ്പ് ഹോളായിരിക്കും ഇത്. ഒന്നുകിൽ ധനമാവാം, അല്ലെങ്കിൽ ഈ സ്ത്രീ ആവാം, അല്ലെങ്കിൽ മദ്യമാവാം. വേശ്യാലയം മാത്രമല്ല, മദ്യാലയത്തിലും ഈ പ്രശ്നം വരും. പിന്നെ ചൂതുകളി, ചിലർക്കുണ്ട് കളി ഒരു പ്രശ്നം. അപ്പോൾ കുതിരപ്പന്തയം, കാറോട്ടം, അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ ചിലപ്പോൾ ചതിയിൽപ്പെടാൻ എളുപ്പമാണ്. ഇവർ വലിയ ആൾക്കാരാ, അവർ ഈ ചതി വിചാരിക്കുന്നില്ല. ആയുധങ്ങൾ തമ്മിലുള്ള പ്രയോഗങ്ങളെ കൊണ്ടുള്ള മത്സരം, ആയുധാഭ്യാസം എന്ന പേരിൽ ഈ മറ്റേ പാണ്ഡവരും ദുര്യോധനാദികളും കൗരവരും തമ്മിലുള്ള പഠനം കഴിഞ്ഞ് വന്നിട്ട് ഒരേ ദ്രോണരാണ് പഠിപ്പിച്ചത്. വന്നു കഴിഞ്ഞപ്പോഴത്തെ മത്സരം അത് തമ്മിൽ വധിക്കാനുള്ള രീതിയിൽ. പാണ്ഡവരെ ചിന്തിച്ചില്ല, പക്ഷെ അവർക്ക് മറികടക്കാൻ സാധിച്ചു. അത് വേറെ വിഷയം. അപ്പോൾ നമ്മളത് നല്ലോണം മനസ്സിരുത്താം. ഇങ്ങനെ ഈ ഗുൽസിത മിത്രം തൊട്ടുള്ള ഓരോന്നും മനസ്സിലാക്കണം. അപ്പോൾ ഈ ശ്ലോകം പറയുമ്പോൾ വ്യാഖ്യാതാവ് കരുതി കൂട്ടിയിട്ട് തന്നെയാണ് ഇത്രയും വിശദീകരണം തരാനുള്ള കാരണം. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സ്ത്രൈണതയാണ് വിഷയം, അല്ലാണ്ട് സ്ത്രീ എന്നുള്ള ആ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല, ആ ലിംഗമല്ല പ്രശ്നം നിസ്സാരം. സ്ത്രീണാം ന ഏവതു വിശ്വാസം, സ്ത്രീയെ ഒരിക്കലും വിശ്വാസത്തിലെടുക്കരുത്. മൃതാനാം കാരയേത് ബുധ, ഒരു പക്ഷേ മൃത്യുവിന് തന്നെ അത് കാരണമായി തീരാം. വിശ്വാസേ യഹ സ്ഥിതഃ മൂഢഃ സഹ ദുഃഖൈഹി പരിഭൂയതേ. അങ്ങനെയുള്ള ആളുകൾക്ക് വിശ്വാസത്തിലെടുത്തു എങ്കിൽ അത് മൂഢത്വമാണ്, ദുഃഖത്തിന് കാരണമായി തീരും, മരണത്തിന് വരെ കാരണമായി തീരാം, മരിക്കും. അപ്പോൾ വളരെയധികം മനസ്സിലാക്കണം. അപ്പോൾ ഈ ധുന്ധുലിയുടെ അവസ്ഥ നമ്മൾ കണ്ടു. അത് വേണ്ട പ്രവൃത്തികൾ ചെയ്യാത്തത് കൊണ്ട് ആ സ്ത്രീ സ്വയമേവ മകൻ്റെ തന്നെ അടി കൊണ്ട് സഹിക്കാൻ വയ്യാതെ കണ്ട് പൊട്ടക്കിണറ്റിൽ ചാടി മരിച്ചു. അപ്പോൾ അവിടെ സ്വയമാണ് അനുഭവിച്ചത്. ഇനി മകൻ്റെ കാര്യം എടുക്കുമ്പോൾ കൊണ്ടുവന്ന വേശ്യകൾ ഇയാളെ പരമാവധി ചൂഷണം ചെയ്തു. ഒടുക്കം അയാളെ ഈ വേശ്യകൾ കൊന്നു. അപ്പോൾ ഇവിടെ പ്രമാണമായിട്ട് പറയുകയാണ്, സ്ത്രീണാം ന ഏവതു വിശ്വാസം, സ്ത്രീകളെ ഒരിക്കലും വിശ്വാസത്തിലെടുക്കരുത്. മൃതാനാം കാര്യയത് ബുധഃ, ഒരു പക്ഷേ മരണത്തിന് വരെ അത് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. വിശ്വാസേയ സ്ഥിതോ മൂഢഃ, അങ്ങനെ വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ അത്
ദുർബുദ്ധിയാണ്, അല്ലെങ്കിൽ മറ്റേ ബുദ്ധിയില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അത് സ ദുഃഖൈഹി പരിഭൂയതേ, അത് ദുഃഖത്തിലേ അവസാനിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇനി 14 കഴിഞ്ഞു. പിന്നെ 15 ശ്ലോകം പറയാണ്: സുധാമയം വചോയാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ക്ഷുരധാരാഭം പ്രിയ കോ നാമയോഷിതാം. ഏതൊരു സ്ത്രീകളുടെ വാക്കാണോ വളരെ നന്നായിട്ട് രുചിപ്രദമായിട്ട് തോന്നുന്നത്, അത് ഈ കാമുകനായിട്ട് വന്ന ആ പുരുഷൻ ആണ് അതിനെ, ആ രസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവർ പറയും. പക്ഷേ അവരുടെ ഈ കയ്യിലെ ആ ഒരു മനോവിചാരമുണ്ടല്ലോ, അത് ഈ ക്ഷുരകൻ്റെ കത്തി എന്ന പോലെയാണ്. വളരെയധികം മൂർച്ചയുണ്ടായിന്. ഇത് നമ്മൾ മനസ്സിരുത്താതെ കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ ഇളകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ആ കത്തിയുടെ ഭാവം എന്താ? മൂർച്ചയാണ്. നമ്മളാണ് ഇളകിയത്. നമ്മൾ ഇളകി കഴിഞ്ഞാൽ ക്ഷുരകനയിൽ തെറ്റില്ല. ഈ കത്തി നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയിൽ മർദ്ദം കൊടുക്കും, മുറിയും. അതിൽ ക്ഷുരകന് പങ്കില്ല. എന്നിട്ട് ആ ക്ഷുരകനെ ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ക്ഷുരകൻ പാവം അത് മറ്റേ തലമുടി മുറുക്കി അല്ലെങ്കിൽ മറ്റേ ഷേവ് ചെയ്യുക എന്താ വെച്ചാൽ ചെയ്യണ്ടോ, താടി വടിക്കുകയോ ചെയ്യണ്ടോ? നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിയിട്ട് മറ്റേ ക്ഷുരകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുറിഞ്ഞാൽ? അപ്പോൾ ആ ക്ഷുരകൻ്റെ കത്തി പോലെ അത് മൂർച്ചയുണ്ടായിരിക്കും. ആ സ്ത്രീകൾക്ക് പ്രിയനായിട്ട് ആരായിരിക്കണത് പറയാണ്. ഈ കത്തിക്ക് മറ്റേ ഏത് ആളാണ് അവിടെ ഇരിക്കണതെന്നറിയോ? രാജാവാണോ അതോ മറ്റേ ഒന്നുമില്ലാത്തവനാണോ, ധനമില്ലാത്തവനാണോ? അവർക്കറിയോ? ധനികനാണോ? കത്തിക്കതറിയില്ല. ക്ഷുരകൻ അതിനൊരു കണക്കുണ്ട്. ആ കണക്കിനനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഈ ആള് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ കത്തിക്കതറിയില്ല. ക്ഷുരകൻ്റെ മനസ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടോ അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ മുറിയും. മുറിഞ്ഞു കഴിഞ്ഞിട്ട് കത്തിയെ കുറ്റം പറയോ, ക്ഷുരകനെ കുറ്റം പറയോ? ചെയ്ത കുറ്റാരാ? ഞാനാ. എന്നിട്ട് പിന്നെ അപ്പം അത് കാര്യമില്ല. ഇങ്ങനെ ഈ സ്ത്രീയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ക്ഷുരകന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യണതേ, അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് പ്രിയം എന്ന് നമുക്ക് തോന്നാം. അവിടെ ഇപ്പോൾ ഈ കാശ് കിട്ടൽ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അത് തൊഴിലാണ്. അപ്പോൾ അങ്ങനെയുള്ള പരമാർത്ഥം അവർ പറയുന്നത് ആ സമയത്ത് താൽക്കാലികമായിട്ട് കേൾക്കുക, അത് വിടുക, അങ്ങനെ പാടുള്ളൂ. അപ്പോൾ ദുഷ്ട സ്ത്രീകൾ അല്ലെങ്കിൽ ഈ പലതും ആവശ്യക്കാരായിട്ടുള്ള കാമികൾ ഇതേപോലെ ചൂഷണം ചെയ്യും ഈ വരുന്നവരെ, ആവശ്യക്കാരെ. അത് നല്ലോണം മനസ്സിരുത്തണം. സുധാമയം വചോയാസാം, വളരെ തേനൂറുന്ന അല്ലെങ്കിൽ മധുരമുള്ളതായിട്ടുള്ള വാക്ക് ആരാണോ പറയുന്നത് അവർ കാമിനാം രസവർദ്ധനം, ഈ ആവശ്യക്കാരൻ്റെ ആഗ്രഹിക്കുന്നയാളുടെ രസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നല്ല നല്ല വാക്ക് പറയും, പഞ്ചാര വാക്ക്. എന്നിട്ടോ ഹൃദയം ക്ഷുരധാരാഭം, ഈ ഹൃദയം അത് ക്ഷുരധാരാഭം അതാണ്. അതായത് ഈ ക്ഷുരകൻ്റെ ആ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ആ ശോഭ. പ്രിയ കോ നാമ യോഷിതാം. പ്രിയ ആർക്കാത് ഇഷ്ടമുണ്ടാവുക? ചോര വന്നാലേ ആർക്കത്ര ഇഷ്ടമുണ്ടാവില്ല. കോ നാമ യോഷിതാം, അങ്ങനെയുള്ള സ്ത്രീകളെ എന്താ പറയണ്ടത്? അപ്പോൾ വിശ്വസിക്കരുത്. നമുക്കതിൻ്റെ വാച്യാർത്ഥം അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടോ എന്ന് നല്ലോണം അറിയാം. ഇപ്പോൾ 15-ാമത്തെ ശ്ലോകം അത് വളരെ ശ്രദ്ധിക്കുക. കാരണം ക്ഷുരകൻ്റെയിലല്ല തെറ്റ്, ഈ കത്തിയുടെയിലല്ല തെറ്റ് നമ്മുടെയിലാണ് എന്ന് പ്രത്യേകം അറിയാം. ചോര വരും, അത് അത്ര നല്ല ശോഭയല്ല തരാം. സുധാമയം വചോയാസാം കാമിനാം രസവർദ്ധനം. ഇപ്പോൾ നമ്മൾ കൂട്ടുകാർ, ബന്ധുക്കൾ പലരും വളരെ നല്ല വാചകങ്ങൾ, മധുരമുള്ള വാചകങ്ങൾ, രസിക്കുന്ന പഞ്ചാരവാക്ക് പറയും. അതിൽ പെട്ടുപോയാൽ അതിൽ സത്യമില്ല, അതല്ലെങ്കിൽ വഞ്ചിക്കാനുള്ളതാണ് എന്ന് നമുക്ക് അറിയാതെ പോയി കഴിഞ്ഞാൽ എത്ര നല്ല ബന്ധുക്കളായിട്ടും കാര്യമില്ല, നമ്മൾ വഞ്ചിക്കപ്പെടും. നമ്മൾ മരിച്ചു പോവും. മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കേണ്ടി വരും. നഷ്ടപ്പെടും പലതും. യശസ് നഷ്ടപ്പെടും, ധനം നഷ്ടപ്പെടും. നമ്മിലുള്ള ഈ
നമ്മൾ ചെയ്തതായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമുണ്ടല്ലോ, അത് ഒരാളും കാണാതെ പോവും, നഷ്ടപ്പെട്ടു പോവും. എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. നിങ്ങളിൽ ഓരോരുത്തർക്കും ഇപ്പോൾ ജാതകവശാൽ സുഖമാണെങ്കിൽ അറിയണ്ടാവില്ല, അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ അത് അനുഭവപ്പെടുക തന്നെ ചെയ്യും. കൂട്ടുകാരാവാം, മുത്തശ്ശന്മാരാവാം. നമ്മുടെ മുത്തശ്ശനല്ല, പലതരത്തിലുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ വഞ്ചനയിൽ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെയധികം മനസ്സിരുത്തുക. കാരണം ഈ പ്രവൃത്തിയുടെ ഫലം അവർക്ക് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിരിക്കണം, ജാഗ്രതയിൽ നമ്മളിരിക്കണം. നമ്മൾ ജാഗ്രതയിലല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ ഒഴിവാക്കുക, നമ്മൾ അവരിൽ നിന്നും ഒഴിവായി പോവുക. വിഭീഷണൻ പറഞ്ഞത് അതാണ്, അധർമ്മം എവിടെയുണ്ടോ അവിടെ നിന്നും എന്നെ അകറ്റണേ. അങ്ങനെയാണ് രാവണ കുംഭകർണാദികളിൽ നിന്നും അകന്ന് ശ്രീരാമൻ്റെ അടുത്തേക്ക് എത്തിയത്. ശ്രീരാമൻ സ്വീകരിച്ചു. സുഗ്രീവൻ പറഞ്ഞു സ്വീകരിക്കേണ്ട, ചതിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വിട്ടുവരുന്ന, യഥാർത്ഥത്തിൽ അവരുമായിട്ട് ഇനി സംഘം വേണ്ട എന്ന് തീരുമാനിച്ചു വരുന്ന ഒരാളെ വിശ്വസിക്കാം എന്ന നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തെ അനുസരിച്ച് അവിടെ വിഭീഷണനെ എടുത്തു. പക്ഷേ അതുപോലെയല്ല, ധൃതരാഷ്ട്രക്ക്, ദുര്യോധനന് ധൃതരാഷ്ട്രരുടെ ഭാര്യയുടെ സഹോദരനായിട്ടുള്ള ശകുനി വന്നപ്പോൾ, ദുര്യോധനൻ്റെ അമ്മാവനായിട്ടുള്ള ശകുനി വന്നപ്പോൾ അവിടെ പ്രശ്നമാണ് ഉണ്ടായത്. അവർക്ക് നേട്ടം എന്ന് അവർ തെറ്റിദ്ധരിച്ചു എങ്കിലും ആ വംശം മുഴുവൻ നശിക്കുകയാണ് ഉണ്ടായത്. ഉദാഹരണം പുരാണത്തിൽ അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് എടുക്കണം, അന്വയം എടുക്കുമ്പോൾ അങ്ങനെ എടുക്കണം. ഇവിടെ സഹായിക്കാനല്ലേ വന്നത്? സഹായമാണോ കിട്ടിയത്? പാണ്ഡവരാണോ നശിച്ചത്? ദുര്യോധനാദികളല്ലേ മുഴുവൻ നശിച്ചത്? അധികാരസ്ഥാനത്ത് ഉണ്ടായതുകൊണ്ട് ധൃതരാഷ്ട്രരും പ്രായം കൊണ്ട് കൂടുതലായതുകൊണ്ടും ജന്മനാ തന്നെ അന്ധനായതുകൊണ്ട് ഒരു അനുകമ്പ ഉണ്ടായതുകൊണ്ടും ഭീഷ്മരുടെ ആ ഒരു സത്യപ്രതിജ്ഞ കൊണ്ടും ഈ ധൃതരാഷ്ട്രക്ക് പാണ്ഡവന്മാർ മഹാചക്രവർത്തിമാരായിട്ടിരുന്നിട്ട് പോലും അവിടെ ആ രാജ പദവിയിൽ തന്നെ ഇരുന്നു കൊണ്ട്, ചക്രവർത്തിയുടെ സ്ഥാനമല്ല വരിക, വേറൊരു സ്ഥാനം വരിക, രാജമാത, രാജപിത എന്നുള്ള അർത്ഥത്തിൽ ഈ ഭീമൻ ഉരുട്ടി കൊടുക്കുന്ന ആ ചോറ് കൊണ്ടും കൊണ്ട് കഴിയാൻ സാധിച്ചു അച്ഛനും അമ്മയ്ക്കും. കണ്ണില്ലാത്ത ധൃതരാഷ്ട്രക്കും കണ്ണ് കെട്ടി അടച്ചിട്ടുള്ള ആ ഗാന്ധാരിക്കും. അപ്പോൾ അത് നമുക്ക് എപ്പോഴാണ് കിട്ടുക പറയാൻ പറ്റില്ല. നമ്മളെ കൂടെ വരുന്നവരെ നമ്മൾ നല്ലോണം മനസ്സിരുത്തിയിട്ടില്ല വെച്ചാൽ നമ്മളാണ് നശിക്കുക, കുറ്റം അവരുടേതല്ല. അവർ പ്രതിജ്ഞ എടുത്തിട്ടാണ് വരണത്, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ തരാക്കും, അല്ലെങ്കിൽ ഞാൻ ഇവരെ നശിപ്പിക്കും. എന്താ ഉദ്ദേശം അറിയില്ല. അവിടെ രണ്ടുമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയധികം മനസ്സിരുത്താം. ഇനി 16-ാമത്തെ ശ്ലോകം. സംഹൃത്യ വിത്തം തായാത കുലട ബഹുഭർതൃക ധുന്ധുകാരി ബഹുവാധ മഹാൻ പ്രേത കുകർമ്മത. അപ്പോൾ മകൻ എന്തുണ്ടായത്? ഈ ധുന്ധുകാരി പണം കൊടുക്കുന്ന ഓരോരുത്തരെയും ഭർത്താവായിട്ട് സ്വീകരിക്കുന്ന വേശ്യമാരെ അത് 5 പേരെ ഒരുമിച്ച് കൊണ്ടുവന്നു. മാത്രമല്ല ധാരാളം ധനം അപഹരിച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് ആ രീതിയിൽ കൊടുത്തു. എവിടേക്കൊക്കെയാണോ യാത്ര ചെയ്യേണ്ടത് വെച്ചാൽ അവിടേക്കൊക്കെ യാത്ര ചെയ്തു. ചീത്ത കർമ്മങ്ങൾ മാത്രം ചെയ്തു. ദുർമൃതി വന്നു, മഹാപ്രേതമായിട്ട് മാറി. പാന്ധാനാം ആഗമം ദൃഷ്ട്വാ ഭവേത് രൗദ്രവപുർധര അസ്ഫുടാർത്ഥാം വദൻ വാചം മഹാപ്രേത സ ഉച്യതേ. വഴിപോക്കര് വരുന്നത് കണ്ടാൽ അതിഭയങ്കര രൂപം ധരിച്ചു നിൽക്കും. അർത്ഥം സ്പഷ്ടമാകാത്ത വിധത്തിൽ വാക്ക് ഉച്ചരിക്കും. ഇങ്ങനെയിരിക്കുന്ന ആ പ്രേതത്തെ മഹാപ്രേതം എന്ന് പറയുന്നു. പിശാചാവസ്ഥ, മഹാപ്രേതം, അതായത് ശരീരം കിട്ടാത്ത അവസ്ഥ, വാത്യാരൂപധര ആയിട്ട് മാറും എന്നാണ്. പാന്ധാനാം ആഗമം ദൃഷ്ട്വ,
വഴിപോക്കരെ കണ്ടു കഴിഞ്ഞാൽ, പാന്തന്മാർ, വഴിപോക്കര്, അവരെ അവരുടെ ആഗമം ദൃഷ്ട, അവർ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭവേത് രൗദ്ര വപുഹു ധര, ഭവിക്കും എന്താണ്? വലിയ ശരീരത്തെ, രൗദ്രം, കുറച്ച് ഭീകരമായിട്ട്, വേഷവിധാനത്തിൽ സൗമ്യം ഉണ്ടാവില്ല, ഘോരമായിരിക്കും, അത് അതിഘോരമായിരിക്കും, ഭീഭത്സം, പേടിപ്പെടുത്തും. അങ്ങനെ ഭയങ്കര രൂപത്തെ ധരിക്കും. എന്നിട്ടോ അസ്ഫുട അർത്ഥം, മനസ്സിലാവാത്ത രീതിയിലുള്ള അർത്ഥത്തെ, എന്താ പറയണമെന്നുള്ളത് അക്ഷരം മനസ്സിലാവില്ല, അർത്ഥം മനസ്സിലാവില്ല. അങ്ങനെയുള്ള അസ്ഫുട അർത്ഥം, സ്ഫുടം ചെയ്യാത്തതായിട്ടുള്ള, അതിനെ ശുദ്ധീകരണം നടക്കാത്തതായിട്ടുള്ള വാക്കുകളെ ഉച്ചരിക്കും. വദൻ, പറയും. വാചം, അങ്ങ് ഉറക്കെ പറയും. അങ്ങനെയുള്ള വാക്കുകളെ ഉറക്കെ പറയും. അസ്ഫുടാർത്ഥാണ്, കാര്യം മനസ്സിലാവില്ല, എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയുള്ള ആളുകളെ മഹാപ്രേത സ ഉച്യതേ, അവരാണ് മഹാപ്രേതം. സത്യം പറയാലോ, ചില ആളുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അവർക്ക് ശരീരമുണ്ട്, ജീവനുണ്ട്, ഇപ്പം ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ഈ മഹാപ്രേതാവസ്ഥയിലാണ്. അവരെന്താ പറയണമെന്നുള്ള അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവാത്ത പിന്നെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അപ്പോൾ സംഹൃത്യ വിത്തം, ഇങ്ങനെ കൊണ്ടുവന്ന് കട്ടിട്ടും കവർന്നിട്ടും ഒക്കെ കൊണ്ടുവന്നതായിട്ടുള്ള ഈ ധനം താ യാതാഹ, അത് മുഴുവൻ എവിടുന്ന് വെച്ചാൽ കൊണ്ടുവരികയാണ്. എന്നിട്ടോ കുലട ബഹുഭർത്തൃകാഹ, ഈ കുലടകളായിട്ടുള്ള അനവധി ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്ന സ്വഭാവമുള്ള ഈ സ്ത്രീകൾക്ക് ധുന്ധുകാരി കൊടുത്തു. ധുന്ധുകാരി പിന്നെ എന്താ സംഭവിച്ചത്? ബഭൂവ അഥ, ഇതായിത്തീർന്നു. എന്തായിത്തീർന്നു? മഹാൻ പ്രേത, വലിയ പ്രേതമായിട്ട് തീർന്നു, മഹാപ്രേതമായിട്ട് തീർന്നു. എന്താ കാരണം? കുകർമ്മത, ചീത്ത കർമ്മം ചെയ്യോണ്ട്. നമ്മൾ സ്വയമേവ ആലോചിക്കാം. നമ്മൾ കൊണ്ടുവരുന്നതായിട്ടുള്ള ഈ ധനം നാം ഉപയോഗിക്കുന്നത് നമ്മുടെ സുഖത്തിന് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് എങ്ങനെ ചിലവാക്കി? അപ്പോൾ ഈശ്വര കാര്യങ്ങൾക്ക് ചിലവാക്കാം, ദീനത അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്തുകൊണ്ട് ചിലവാക്കാം, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കാം. ഈ വിഷയങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്ക് കൊടുക്കുകയും വേണ്ട. ഇത് വ്യവസായമായിട്ട് കുട്ടികളെ ഞാൻ എന്താ പാലിക്കുന്നു, അനാഥാലയം, ഞാൻ അനാഥാലയം നടത്തണം. എന്തിനാ? കുട്ടികൾക്കൊന്നും കൊടുക്കാനല്ല, എനിക്കത് വഴി ഉണ്ടാക്കാനാ. ഭാഗവതം യജ്ഞം നടത്തുന്നത് ഞാനാണ്. എന്തിനാത്? എനിക്ക് ഈ കാര്യത്തെ കൊണ്ട് സമ്പാദിക്കാനാ. ഇനി ഈ സമ്പാദിച്ച കാശ് ഞാൻ കോടീശ്വരനാ, എനിക്കിത് ഉണ്ടാക്കാനല്ല കേട്ടോ, ഞാൻ കാരണം ഈ അമ്പലം നേരെയായി എന്നുള്ള യശസ് കട്ടെടുക്കാൻ. മിക്കവാറും ഇന്നത്തെ ഒരവസ്ഥ അതാണ്. ഞങ്ങൾ കമ്മിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഈ അമ്പലത്തിൽ ഇത്രയും കൂടുതൽ വരുമാനമുണ്ടായത്, ഞങ്ങളാണ് അതിനെ ഉത്സാഹിച്ചത്. ഇതൊരു ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണ്. ഞങ്ങളുണ്ടാവുകൊണ്ടാണ് വലിയ ആൾക്കാരെ കൊണ്ടുവരാൻ സാധിച്ചത്, ഇത്രയും കൂടുതൽ പിരിവ് വന്നത്. ഈ അമ്പലത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് ശ്രീകോവിൽ ചെമ്പോല മേഞ്ഞു, സ്വർണം കൊണ്ട് താഴികക്കുടം വെച്ചു. അവിടെ എൻ്റെ പേരുണ്ടോ, അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ പേരുണ്ടോ? ആരുടെ ധനം? ഈ ചെയ്യുന്ന ആൾക്കാരുടെയാ? അല്ല, അവർ സംഘടിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ സംഘടിപ്പിച്ചാൽ ഇത് തരണമെന്ന് തോന്നിയത് ഇവരുടെ നേട്ടം കൊണ്ടല്ല. അത് ആ ദേവൻ്റെ ഇവരിൽ നിന്ന് മേടിക്കേണ്ടതായിട്ടുള്ള ധനത്തെ ഇയാളിലൂടെ കൊണ്ടുവരിപ്പിച്ചു. അങ്ങനെയാണ്. അപ്പം അതിൽ ഇയാളിലാണോ മറ്റേ ഈ കമ്മിറ്റിക്കാരാണോ? അല്ല. അങ്ങനെ ഒരു ഭാവത്തിൽ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ജന്മത്തിലൊക്കെ കേമോ, പക്ഷേ നമ്മളെ ഈ ജീവനെ അത് ബാധിക്കും. നമ്മൾ വായനക്കാരനായതുകൊണ്ട് ആ വായനയ്ക്ക് പോകുമ്പോൾ ഓരോ ദിക്കിൽ ചെന്നാലും ഓരോന്നാണ് അനുഭവം കിട്ടുക. അപ്പോൾ അനുഭവങ്ങൾ പലതുമുണ്ട്. ചെറിയ അനുഭവങ്ങളല്ല, ചിലതൊക്കെ വലിയ വലിയ അനുഭവങ്ങളാണ്. അത് നല്ലോണം മനസ്സിലാവും. ഈ മാറി നിന്ന് വിശകലനം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവിടെ നഷ്ടബോധമൊന്നും അവിടെ നമുക്ക് പ്രശ്നമാവില്ല. നഷ്ടബോധം ആർക്കുണ്ടാവുള്ളൂ? ഇത് മാത്രമാണ് ആശ്രയം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണ് നഷ്ടബോധം വരിക. എനിക്ക് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇത്ര സമ്പാദ്യമുണ്ടായി എന്ന് ഞാൻ കണക്കാക്കിയിട്ട് അത് ടാർഗറ്റ് കുറഞ്ഞു വെച്ചാൽ നഷ്ടബോധമായി.
അപ്പം ഇങ്ങനെ ഓരോരോ വിഷയം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ, ഈ കൊണ്ടുവരുന്നതായിട്ടുള്ള ധനം ആര്, എന്തിന്, എവിടെ നിന്ന് കിട്ടി, എത്രയുണ്ട്, ഇത് എന്തിന് ചിലവാക്കി ഞാൻ, ഇതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമുണ്ടായി. അവിടെ ശരീരത്തിനാണോ നേട്ടമുണ്ടായത്, അതോ മനസ്സിനാണോ നേട്ടമുണ്ടായത്, അതോ ഈ ജീവനാണോ നേട്ടമുണ്ടായത്? ശരീരത്തിന് ആഹാരാദി കാര്യങ്ങൾ സ്വീകരിച്ച ശരീരത്തിനായി, നല്ല തണുപ്പാണ് പുതപ്പ് വാങ്ങി ഉപയോഗിച്ചു വെച്ചാൽ ശരീരത്തിനായി. യശസ്സിന് ഇപ്പോൾ അമ്പലത്തിലേക്ക് ധാരാളം പൈസ കൊടുത്തു, യശസ്സായി. ഇപ്പോൾ ദീനന്മാരായിട്ടുള്ള ആളുകളെ സഹായിച്ചു, കല്യാണം നടത്തി കൊടുത്തു, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്തു കൊടുത്തു, യശസ്സായി. ഒരാൾ കേട്ടാൽ മതി, മറ്റൊരാൾ വേണ്ട, ആ കുടുംബം മാത്രം അനുഭവിച്ചാൽ മതി, എന്നാൽ തന്നെ യശസ്സായി. കാരണം അത് ഏറ്റെടുക്കുന്നത് നാട്ടുകാരല്ല, അത് ഏറ്റെടുക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ ഈ യശസ് വേണമെങ്കിൽ ഭഗവാൻ കൊടുത്തോളും, നമ്മളായിട്ട് അതിന് ചെയ്യണ്ട. അതേപോലെ തന്നെ ജീവന്റെ പുണ്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ധനം വിനിയോഗം അത് മറ്റുള്ളവർക്ക് ഉപകാരമായി എങ്കിൽ, അവരുടെ പ്രാർത്ഥന നമുക്ക് വന്നുവെങ്കിൽ അത് ജീവന് സഹായമായി. അപ്പോൾ ധനം ഉപയോഗിക്കുന്നത് വളരെയധികം മനസ്സിരുത്തണം. വിത്തം സംഹൃത്യ, ഈ ധുന്തുകാരി ചെയ്തത് എന്താണ്? വിത്തം സംഹൃത്യ, എന്നിട്ടോ താ യാതാഹ കുലട ബഹുഭർത്തൃകാഹ, അത് ആ ധനത്തെ ആർക്കാ കൊടുത്തത്? അത് മുഴുവൻ ഈ കുലടകളായിട്ടുള്ള ബഹുഭർത്തൃകളായിട്ടുള്ള അനവധി ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്കാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തി കുകർമ്മത ആയി തീർന്നു. അത് ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നവൻ എന്ന രീതിയിൽ അഡ്രസ്സ് വന്നു. അപ്പോൾ ദുഷ്കീർത്തിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചു പോയപ്പോൾ ബഭൂവ അഥ മഹാൻ പ്രേത, അതുകൊണ്ട് മഹാപ്രേതമായിട്ട് ആ ധുന്ധുകാരി മാറി. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുവരുന്നതായിട്ടുള്ള ഈ ധനം ദുർവ്യയം ചെയ്യാൻ പാടില്ല. യശസ്സിന് കളങ്കം വരുന്ന രീതിയിൽ, യശസ് മാത്രമേ ബാക്കിയാവുള്ളൂ. അപ്പോൾ ദുഷ്കീർത്തിക്ക് ആവരുത്. അതിന് നല്ലോണം മനസ്സിരുത്തുക, അതിന് ഒരു വിവേകം വേണം, അതിന് പുരാണത്തെ ആശ്രയിക്കുക, ഇതേപോലെയുള്ള കഥകളെ കേൾക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ധനം വേണ്ടത്, ചെയ്യേണ്ടത് എന്ന് നല്ലോണം ചിന്തിക്കാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് ചിലവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗം അതിനു വേണ്ടിയിട്ട് ധനവിനിയോഗം എങ്ങനെ വേണമെന്ന് ചിന്തിക്കാനുള്ളൊരു പ്രേരണ തരുമാറാകട്ടെ. സ്ത്രീണാം നൈവ തു വിശ്വാസം മൃതാനാം കാരയദ്ബുധ, വിശ്വാസേ യസ്ഥിതോ മൂഢ സ ദുഃഖൈ പരിഭൂയതേ. സുധാമയം വചോ യാസാം കാമിനാം രസവർദ്ധനം, ഹൃദയം ക്ഷുരധാരാഭം പ്രിയഃ കോ നാമയോഷിതാം. സംഹൃത്യ വിത്തം താ യാതാ കുലടാ ബഹുഭർത്തൃകാ, ധുന്ധുകാരി ബഭൂവാഥ മഹാൻ പ്രേത കുകർമ്മത. ആകെ 3 ശ്ലോകേ പറഞ്ഞിട്ടുള്ളൂ. 14, 15, 16. ഇതിപ്പോൾ 69ാമത്തെ ഭാഗമാണ്. ഇനി 17ാമത്തെ ശ്ലോകം തൊട്ട് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ.